ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ യമ്മി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ബ്രെഡ്, പാല് ഇതൊക്കെ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി പുഡിങ് അല്ലെങ്കിൽ ഡെസേർട്ട് എന്നൊക്കെയാണ് പറയാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പാൽ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലാണ്. ഇനിയിപ്പോൾ പാക്കറ്റ് പാലെടുത്താലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 1/4 കപ്പ് പാലിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. അപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, വളരെ കുറച്ച് റേറ്റ് ഇതിനുള്ളൂ. നമുക്ക് കുറേ ഡെസേർട്ടുകൾ, പുഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലൊരു പാക്കറ്റ് നിങ്ങൾ വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ നമുക്ക് എടുക്കാം. ഇനി 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഇത് നിർബന്ധമില്ല, ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ തന്നെ തയ്യാറാക്കിയ മിൽക്ക് മെയ്ഡാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. അത് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് നമുക്കിതിലേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറിന് പകരമായിട്ട് കോൺഫ്ലവർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നത്. ഒരു സൂപ്പർ ടേസ്റ്റാണ് അത് ചേർക്കുമ്പോൾ കിട്ടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പൗഡറുകളൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സായി വരണം. അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ്, മിൽക്ക് മെയ്ഡൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ലയിച്ച് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ചൊന്ന് ബോയിൽ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കസ്റ്റാർഡ് പൗഡർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ലൊരു കളർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. അത് അങ്ങനെ കട്ടയായിട്ട് അങ്ങനെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. നന്നായിട്ട് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു അല്പസമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒന്നുകൂടി ഒന്ന് ബെറ്റർ ആയിരിക്കും. നമ്മൾ കുറച്ചൊരു തണുത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ നമ്മുടെ എത്രത്തോളം അളവ് വേണം അതിനനുസരിച്ച് വേണം നമ്മൾ ബ്രെഡ് എടുക്കാനായിട്ട്. ഞാനൊരു 6-7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിൻ്റെ ആ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ കളയാതെ തന്നെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. മുഴുവനായി തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളമൊക്കെ ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധം ഒന്ന് കുക്കാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ നമ്മൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കി കൂടി അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ടയായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന്
അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൂസായി കിട്ടും. ഇനി നമുക്ക് വേണ്ടുന്നത് ഈ ബ്രെഡ് ഇതുപോലെ നടുക്കൊന്ന് മുറിച്ചിട്ട് വേണമെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐഡിയക്കനുസരിച്ചൊക്കെയാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഈ രീതിയിലൊന്ന് മുഴുവനായിട്ട് തന്നെ ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളെ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ ഈ കസ്റ്റാർഡിൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ, ഇത് വളരെ ടേസ്റ്റാണ്. അത് ഈ ബ്രെഡിൻ്റെ കൂടെ ചേരുമ്പോൾ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ പലപ്പോഴും ബ്രെഡൊക്കെ വാങ്ങുന്നുണ്ടാവും, എന്നാലതങ്ങനെ ഇതുപോലെയൊന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കായാലും വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിസ്തയും അതുപോലെ തന്നെ ബദാമും കുറച്ച് ചെറീസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലൊന്ന് ഇതിൻ്റെ മുകളിലൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ നട്ട്സ് ഇതിൽ ഒഴിവാക്കാതിരിക്കണം. അത് ഈ ക്രീമിൻ്റെ കൂടെയൊക്കെ അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചില സമയത്തൊക്കെ ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡൊന്നും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. നമുക്ക് പാൽപ്പൊടി വെച്ചിട്ടൊക്കെ ഒന്ന് അതിൻ്റെ തിക്നെസ്സൊക്കെ ഒന്ന് വരുത്തിയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടും. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു. ബൈ.